ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ 4ാം ചാപ്റ്ററായ സാധ്യതകളുടെ ഗണിതം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിലെ ആദ്യത്തെ ടോപ്പിക്ക് സാധ്യതകളും സംഖ്യകളും, chances as numbers. അത് നമുക്ക് ഇന്ന് കുറച്ച് ഉദാഹരണ സഹിതം, എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സാധ്യതകളും സംഖ്യകളും എന്ന പാഠഭാഗത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ ബോക്സിൽ കുറച്ച് മുത്തുകളുണ്ട്. 9 കറുത്ത മുത്തുകളും ഒരു വെളുത്ത മുത്തുകളുമുള്ള പെട്ടിയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ കണ്ണടച്ച് ഒരു മുത്തെടുക്കുകയാണെങ്കിൽ അത് കറുത്തത് ആകാനുള്ള സാധ്യത എത്രയാണ്? അതേപോലെ ഇത് വെളുത്ത മുത്ത് ആകാനുള്ള സാധ്യത എത്രയാണ്? There are 10 beads in a box. 9 of them are black and the remaining one is white. Total is 10. If one bead is taken out without looking, what is the chance of it being black? What is the chance of being white? എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇതിൽ ബ്ലാക്ക് മുത്തുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ ഇതിനെ നല്ലപോലെ ഷഫിൾ ചെയ്തിട്ട് കുലുക്കിയതിന് ശേഷം കണ്ണടച്ചുകൊണ്ട് എടുക്കാൻ പറഞ്ഞാൽ കറുത്തത് കിട്ടാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ, അല്ലേ? ഇനി ആ സാധ്യത എത്രയാണ്? ഇവിടെ ആകെയുള്ളത് 10 ആണ്. 9 എണ്ണം കറുപ്പാണ്, ഒരെണ്ണം വെള്ളയാണ്. അപ്പോൾ ഇവിടെ കറുപ്പ് ആവാനുള്ള സാധ്യത, ബ്ലാക്ക് ആവാനുള്ള സാധ്യത, ചാൻസ്, പ്രോബബിലിറ്റി എന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര കറുത്ത മുത്തുകളുണ്ട്? കറുത്ത മുത്തുകളുടെ എണ്ണം 9 ബൈ ആകെ മുത്തുകളുടെ എണ്ണം 10. അപ്പോൾ ഈ ബോക്സിൽ നിന്നും, ഈ ചെപ്പിൽ നിന്നും കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 9 ബൈ 10 ആണ്. ഇനി വെള്ളമുത്ത് കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? ഇതിൽ എത്ര വെളുത്ത മുത്തുകളുണ്ട്? ഒരെണ്ണം ബൈ ആകെ മുത്തുകളുടെ എണ്ണം, അപ്പോൾ 1 ബൈ 10. ഇനി നോക്കൂ, 9 ബൈ 10ഉം 1 ബൈ 10ഉം താരതമ്യം കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഭിന്നസംഖ്യകളാണ്, ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇവയുടെ ഛേദം, ഡിനോമിനേറ്റർ തുല്യമാണ്. അപ്പോൾ അംശം, ന്യൂമറേറ്റർ ആരാണോ കൂടുതലുള്ളത് അതായിരിക്കും വലുത്. അപ്പൊ ഇവിടെ നമുക്ക് 9 ബൈ 10 വലുതാണ് 1 ബൈ 10 എന്ന് കിട്ടും. അതായത് ഈ ബോക്സിൽ നിന്നും ഒരു മുത്ത് കണ്ണടച്ചെടുത്താൽ അത് കറുത്തതാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇതാണ് സാധ്യത, ചാൻസ്. നമ്മളിവിടെ ചാൻസിന് പ്രോബബിലിറ്റി എന്ന ഒരു വാക്ക് കൂടി പറയും.
ഇത് നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലെല്ലാം തന്നെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഉദാഹരണത്തിന്റെ വിശദീകരണം ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മുടെ പെട്ടിയിൽ ബോക്സിൽ ആകെ മുത്തുകൾ 10. കറുത്ത മുത്തുകൾ ബ്ലാക്ക് ബീഡ്സ് 1 2 3 4 5 6 7 8 9. ഇനി വെളുത്ത മുത്തുകൾ വൈറ്റ് ബീഡ്സ് ഒരെണ്ണം. കറുത്ത മുത്ത് ആകാനുള്ള സാധ്യത ചാൻസ് ഓഫ് ബ്ലാക്ക്, അത് കറുത്ത മുത്തുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ മുത്തുകൾ 9/10. ഇനി വെളുത്ത മുത്താകാനുള്ള സാധ്യത ചാൻസ് ഓഫ് വൈറ്റ്, വെളുത്ത മുത്തുകളുടെ എണ്ണം 1 ആകെ മുത്തുകളുടെ എണ്ണം 10, 1/10. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? വെളുത്ത മുത്തിനേക്കാൾ കറുത്ത മുത്ത് ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. കൺക്ലൂഷൻ എന്താണ്? ഇറ്റ് ഈസ് മോർ ലൈക്ലി ടു ബി ബ്ലാക്ക് ദാൻ വൈറ്റ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിൽ ഒരു ചെപ്പിൽ 10 മുത്തുകളുണ്ട്. അപ്പോൾ ടോട്ടൽ 10. 8 എണ്ണം കറുത്തതും 2 എണ്ണം വെളുത്തതും. അപ്പോൾ ബ്ലാക്ക് 8, വൈറ്റ് 2. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും? ഷഫിൾ ചെയ്യും, കുലുക്കിയിട്ട് അടച്ചു വെക്കും. എന്നിട്ട് ഇതിൽ നിന്ന് നോക്കാതെ ഒരെണ്ണം എടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എത്ര? വെളുത്തത് ആകാനുള്ള സാധ്യത എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ആവാനുള്ള സാധ്യത ബ്ലാക്കിന്റെ എണ്ണം 8 ആകെ എണ്ണം 10. ഓക്കെ, ഇനി ഒരു മുത്ത് എടുത്താൽ അത് വെളുത്തത് ആകാനുള്ള സാധ്യത, വൈറ്റ് ആവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി. വൈറ്റ് മുത്തുകളുടെ എണ്ണം 2 ആകെ മുത്തുകളുടെ എണ്ണം 10. ഓക്കെ, അപ്പോൾ the chance of it being black 8/10, chance of it being white 2/10. ഇവിടെ നമുക്ക് എന്താണ്? 8/10 greater than 2/10. അതുകൊണ്ട് ഈ ചെപ്പിൽ നിന്നും ഒരു മുത്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഒന്നുകൂടി നമുക്ക് ഓർത്തു വെക്കാം. നോക്കൂ, ഈ ബോക്സിലുള്ള ആകെ മുത്തുകൾ ടോട്ടൽ ബീഡ്സ് 10. കറുത്ത മുത്തുകൾ ബ്ലാക്ക് ബീഡ്സ് 8. വെളുത്ത മുത്തുകൾ വൈറ്റ് ബീഡ്സ് 2. കറുത്ത മുത്ത് ആകാനുള്ള സാധ്യത ചാൻസ് ഓഫ് ബ്ലാക്ക് ബീഡ്, കറുത്ത മുത്തുകളുടെ എണ്ണം 8 ആകെ മുത്തുകളുടെ എണ്ണം 10, 8/10. വെളുത്ത മുത്ത് ആകാനുള്ള സാധ്യത ചാൻസ് ഓഫ് വൈറ്റ് ബീഡ്, വെള്ളമുത്തുകളുടെ എണ്ണം 2 ആകെ മുത്തുകളുടെ എണ്ണം 10, 2/10. ഇനി ഇതിൽ നിന്നും നമ്മൾ എത്തുന്ന നിഗമനം, കൺക്ലൂഷൻ എന്താണ്? വെളുത്ത മുത്തിനേക്കാൾ കറുത്ത മുത്ത് ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. It's more likely to be black
than white. Okay. ഇനി നമുക്ക് പുതിയൊരു സ്റ്റെപ്പ്, ഒരു ബോക്സ് എടുക്കാം. ആ ബോക്സിൽ നോക്കൂ, മൂന്നാമത്തെ ബോക്സിൽ 5 ബ്ലാക്കും 5 വൈറ്റുമാണുള്ളത്. അപ്പോൾ ആകെ 10 എണ്ണം. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? ബ്ലാക്ക് ആവാനുള്ള സാധ്യത കറുത്തതിന്റെ എണ്ണം 5 ബൈ ആകെ എണ്ണം 10. ഓക്കെ. ഇനി ഒരു മുത്തെടുത്താൽ അത് വെളുത്തതാവാനുള്ള സാധ്യത എത്രയാണ്? വാട്ട് ഈസ് ദ ചാൻസ് ടു ഗെറ്റ് വൈറ്റ് ബീഡ്? 5 ബൈ 10. ഇവിടെ നമുക്ക് കറുത്ത മുത്തുകളുടെയും വെളുത്ത മുത്തുകളുടെയും എണ്ണം തുല്യമാണ്. അതുകൊണ്ട് സാധ്യത, ചാൻസ്, പ്രോബബിലിറ്റി അതെന്താണ്? തുല്യമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ബ്ലാക്കിനും വൈറ്റിനും തുല്യ സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ഒന്നുകൂടി നോക്കാം. ആകെ മുത്തുകൾ, ടോട്ടൽ ബീഡ്സ് 10. കറുത്ത മുത്തുകൾ, ബ്ലാക്ക് ബീഡ്സ് 5. വെളുത്ത മുത്തുകൾ, വൈറ്റ് ബീഡ്സ് 5. കറുത്ത മുത്ത് ആകാനുള്ള സാധ്യത, ചാൻസ് ഓഫ് ബ്ലാക്ക് ബീഡ്, കറുത്ത മുത്തുകളുടെ എണ്ണം ബൈ ആകെ മുത്തുകൾ 5 ബൈ 10. വെളുത്ത മുത്ത് ആകാനുള്ള സാധ്യത, ചാൻസ് ഓഫ് വൈറ്റ് ബീഡ്, വെളുത്ത മുത്തുകളുടെ എണ്ണം 5 ബൈ ആകെ മുത്തുകൾ 10. അപ്പോൾ 5 ബൈ 10. ഈ കിട്ടിയതിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? ഒരു മുത്ത് എടുത്താൽ അത് വെളുത്തതോ കറുത്തതോ ആകാം. The bead could be white or black. അതിൽ കൂടുതൽ ഒന്നും പറയാൻ കഴിയില്ല. We can't say anything more. കാരണം എന്താണ്? രണ്ടിനും തുല്യ സാധ്യതയാണ്. Because both have equal chances. Okay. അപ്പൊ നമ്മൾ ഇവിടെ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ഉദാഹരണത്തിൽ 3 ബോക്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓരോ ബോക്സിലും ബ്ലാക്കും വൈറ്റും ബീഡ്സ് മുത്തുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ബോക്സിൽ 9 ബ്ലാക്കും 1 വൈറ്റുമായിരുന്നു. അതിൽ ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. രണ്ടാമത്തെ ബോക്സിൽ 8 ബ്ലാക്കും 2 വൈറ്റും. അതിലും ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യതയായിരുന്നു കൂടുതൽ. ഇനി മൂന്നാമത്തെ പെട്ടിയിൽ 5 ബ്ലാക്കും 5 വൈറ്റും മുത്തുകളാണുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടിനും തുല്യ സാധ്യതയാണ് ഉള്ളത്. ഓക്കെ. ഇപ്പൊ നമുക്ക് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയാണ് ഈ ജൂൺ മാസത്തിൽ മഴ പെയ്യാനുള്ള സാധ്യത എത്ര? അപ്പൊ നമ്മൾ പറയും ഈ മാസത്തില് അല്ലെങ്കിൽ ഈ ദിവസം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് ഒരു
നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള സമയത്ത് ചോദിക്കുകയാണ്, ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? there is no chance എന്നല്ലേ പറയാ, നമുക്ക് സാധ്യതയില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ സാധ്യത, പ്രോബബിലിറ്റി, ചാൻസ്, അത് എന്താണ്? സാഹചര്യങ്ങളെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പ്രവർത്തനം, എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അതായത് ചെപ്പും മുത്തും വെച്ചൊരു കളിയാകാം. ലെറ്റ്സ് പ്ലേ എ ഗെയിം വിത്ത് ബോക്സസ് ആൻഡ് ബീഡ്സ്. ഒരു ചെപ്പിൽ 5 കറുത്ത മുത്തും, ഇവിടെ 5 കറുത്ത മുത്തും 5 വെളുത്ത മുത്തുമുണ്ട്. ആകെ 10 എണ്ണം. മറ്റൊന്നിൽ 6 കറുത്ത മുത്തും, 2, 4, 6, 6 കറുത്ത മുത്തും 1, 2, 3, 4, 4 വെളുത്ത മുത്തും, അതിലും ആകെ 10 എണ്ണം. ഇനി ഗെയിം എന്താന്ന് വെച്ചാല്, ഈ 2 പെട്ടികളും എന്ത് ചെയ്യും? നല്ലപോലെ ഷഫിൾ ചെയ്ത് അടച്ചു വെക്കും. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഒരു ചെപ്പിൽ നിന്നും ഒരു മുത്ത് എടുക്കാൻ പറയുകയാണ്. അപ്പൊ നിങ്ങളൊരു മുത്തെടുക്കും. ആ മുത്ത് കറുത്തതായാൽ നിങ്ങൾ കളി ജയിച്ചു. ഓക്കെ, ഒരെണ്ണം എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഏത് ചെപ്പിൽ നിന്നായിരിക്കും എടുക്കുന്നത്? ഏത് ബോക്സിൽ നിന്ന് എടുത്താലാണ് കളി ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്? അപ്പൊ ഇവിടെ നമുക്ക് അറിയാം, ആകെ രണ്ടിലും എന്താണ്? ഇതിലും 10 എണ്ണാണ്, ഇതിലും 10 എണ്ണാണ് ഉള്ളത്. രണ്ടാമത്തെ ബോക്സിൽ 6 കറുത്തതുണ്ട്, ഒന്നാമത്തെ ബോക്സിൽ 5 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്നും എടുക്കാനല്ലേ നമ്മൾ ശ്രമിക്കുക. കാരണം എന്താ? നമുക്ക് സാധ്യത, ചാൻസ്, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ കറുപ്പ് വരാനുള്ള സാധ്യത എത്രയാണ്? കറുപ്പിന്റെ എണ്ണം 5 ആകെ 10. ഇവിടെ വൈറ്റ്, വെള്ള ആകാനുള്ള സാധ്യത എത്രയാണ്? വെള്ളമുത്തുകളുടെ എണ്ണം 5 ആകെ എണ്ണം 10. ഇനി ഈ ബോക്സിൽ നമുക്ക് നോക്കാം. ഈ ബോക്സിൽ കറുത്തതാകാനുള്ള സാധ്യത 6/10 ആണ്. വെള്ളയാകാനുള്ള സാധ്യത എത്രയാണ്? വെളുത്ത മുത്തുകളുടെ എണ്ണം 4 ആകെ മുത്തുകളുടെ എണ്ണം 10. ഓക്കെ, ഇനി ഇവിടെ കറുത്തതാകാനുള്ള സാധ്യത എത്രയാ? 5/10. ഇവിടെ എത്രയാണ്? 6/10. ഇവിടെ ആരാണ് വലുത്? 5/10ഉം 6/10ഉം നോക്കുന്ന സമയത്ത് 6/10 ആണ് വലുത്. 5/10 ചെറുതാണ് 6/10. അതുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്നും രണ്ടാമത്തെ ബോക്സിൽ നിന്നും മുത്തെടുത്താൽ കറുത്തതാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി കൂട്ടുകാരെ, നമ്മുടെ ഈ ഗെയിം നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഒരു മുത്തെടുക്കണം. അത് വെളുത്തതായാൽ കളി ജയിച്ചു. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ ഏത് ബോക്സിൽ നിന്നായിരിക്കും എടുക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ ബോക്സിൽ വെള്ളയുടെ സാധ്യത 5/10. രണ്ടാമത്തെ ബോക്സിൽ വെളുത്തതാകാനുള്ള സാധ്യത 4/10. അപ്പൊ ഇവിടെ നമുക്ക് 5/10 4/10 താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ 5/10 4/10നേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഈ ബോക്സ്, അതായത് ബോക്സ് 1, ബോക്സ് 1ൽ നിന്നും മുത്ത് എടുത്താൽ വെള്ളയാകാനുള്ള സാധ്യത ബോക്സ് 2നേക്കാൾ കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗെയിമിൽ, ഈ കളിയിൽ കറുത്ത മുത്താണ്. കറുത്ത മുത്തെടുത്താൽ ജയിക്കുമെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? രണ്ടാമത്തെ ബോക്സിൽ നിന്നായിരിക്കും എടുക്കാൻ ശ്രമിക്കുന്നത്. വെള്ളമുത്തെടുത്താൽ വിജയിക്കും എന്നാണ് പറയുന്നതെങ്കിൽ ഒന്നാമത്തെ ബോക്സിൽ നിന്നും വെള്ള കിട്ടാനുള്ള സാധ്യത കൂടുതലായതിനാൽ അതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരത്തിന്റെ വിശദീകരണം നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ചോദ്യത്തിൽ 2 സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞ്, അതിലെ ഒന്നാമത്തെ ബോക്സ് ആണ് ഇത്. ഓക്കെ, ഇതിൽ നമുക്ക് ആകെ മുത്തുകൾ എത്രയാണുള്ളത്? 5 ബ്ലാക്ക് പ്ലസ് 5 വൈറ്റ്. അപ്പോൾ ടോട്ടൽ ബീഡ്സ് 10. കറുത്ത മുത്ത് ആകാനുള്ള സാധ്യത എത്രയാണ്? കറുത്ത മുത്തുകളുടെ എണ്ണം 5 ബൈ ആകെ മുത്തുകളുടെ എണ്ണം 10. 5/10. ഇതിനെ നമുക്ക് 1/2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ അവസ്ഥ നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആകെ മുത്തുകൾ 2, 4, 6, 8, 10. 6 പ്ലസ് 4, 6 കറുപ്പും 4 വെളുപ്പും. അപ്പോൾ ഇവിടെ കറുത്ത മുത്ത് ആകാനുള്ള സാധ്യത, കറുത്ത മുത്തുകൾ 6 എണ്ണം ബൈ ആകെ മുത്തുകൾ 10. ഇതിന് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. 3/5. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നിഗമനത്തിലെത്താം. എന്താണ് നമ്മുടെ നിഗമനം അല്ലെങ്കിൽ കൺക്ലൂഷൻ? ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കറുത്ത മുത്താകാനുള്ള സാധ്യത 6/10 ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നും കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 5/10 ആണ്. ഇവിടെ 6/10 വലുതാണ് 5/10. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് മുത്തെടുക്കുന്നതാണ് ജയിക്കാൻ കൂടുതൽ നല്ലത്. Since 6/10 is greater than 5/10, it is better to choose the second box to win the game. Okay. ഇനി നമുക്ക് ഇതേ ഗെയിം തന്നെയാണ്, ഒരു കാര്യം ചെയ്യാം. ഒന്നാമത്തെ ബോക്സിൽ നമുക്ക് 5 ബ്ലാക്കും 5 വൈറ്റും ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ബോക്സിൽ 6 ബ്ലാക്കും 4 വൈറ്റും ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഒരു കറുത്ത മുത്തെടുത്ത് ഒന്നാമത്തെ സ്റ്റെപ്പിലിട്ടാൽ ജയിക്കാൻ ഏത് സ്റ്റെപ്പ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്? അതായത് ഇവിടെ നിന്നും ഒരു ബ്ലാക്ക് എടുത്തിട്ട് എന്തു ചെയ്തു? ഈ പെട്ടിയിലേക്ക് ഇട്ടു. അപ്പൊ ഇവിടെ നമുക്ക് 2, 4, 5 പ്ലസ് 1 6 ബ്ലാക്ക് ഉണ്ടാവും. 2, 4, 6 ബ്ലാക്ക്. ഓക്കെ, വൈറ്റ് എത്ര ഉണ്ടാവും? 5 എണ്ണം. ഓക്കെ, ഇത് ഒരെണ്ണം കൂടി.
രണ്ടാമത്തെ ബോക്സിൽ എന്ത് സംഭവിക്കും? ഒരെണ്ണം കുറയും. അപ്പൊ ഇവിടെ 5 ബ്ലാക്കും 4 വൈറ്റുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, തുടക്കത്തിൽ ആകെ 10 എണ്ണമായിരുന്നു 2 പെട്ടികളിലും ഉണ്ടായിരുന്നത്. പുതിയ സാഹചര്യത്തിൽ ഒന്നാമത്തെ ബോക്സിൽ 11 എണ്ണം ഉണ്ടാവും, രണ്ടാമത്തെ പെട്ടിയിൽ 9 എണ്ണമായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് നല്ല പോലെ ഷഫിൾ ചെയ്യുന്നു. ബോക്സ് അടച്ചിട്ട് എന്ത് ചെയ്യുന്നു? കുലുക്കുന്നു നല്ല പോലെ. രണ്ട് പെട്ടിയും കുലുക്കുക. അതിനുശേഷം നിങ്ങളോട് പറയാണ്, ഏതെങ്കിലും ഒരു പെട്ടിയിൽ നിന്ന് കണ്ണടച്ച് ഒരു മുത്തെടുക്കൂ എന്ന് പറയാണ്. അത് കറുപ്പാണെങ്കിൽ കറുപ്പാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഇപ്പോൾ നിങ്ങൾ ഏത് പെട്ടിയിൽ നിന്നായിരിക്കും മുത്തെടുക്കുന്നത്? ഇവിടെ പുതിയ സാഹചര്യത്തിൽ ഒന്നാമത്തെ പെട്ടിയിൽ 6 ബ്ലാക്കും 5 വൈറ്റുമാണുള്ളത്. രണ്ടാമത്തെ പെട്ടിയിൽ 5 ബ്ലാക്കും 4 വൈറ്റുമാണുള്ളത്. നമുക്ക് നോക്കാം. ബോക്സ് 1-ൽ 6 ബ്ലാക്ക് ഉള്ളത് കൊണ്ട് അതായിരിക്കുമോ നല്ലത്? നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ഒന്നാമത്തെ ബോക്സ് ആണ് ഈ കാണുന്നത്. ഈ പെട്ടിയിൽ മുൻപുണ്ടായിരുന്നത് 5 ബ്ലാക്കും 5 വൈറ്റുമാണ്. ഇനി ഒരെണ്ണം ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇപ്പോൾ ഈ പെട്ടിയിൽ എത്ര മുത്തുകളുണ്ട്? 6 ബ്ലാക്കും 5 വൈറ്റും. ടോട്ടൽ 11 മുത്തുകൾ, അതായത് ടോട്ടൽ ബീഡ്സ് 11. ഇനി ഇതിൽ കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത, ചാൻസ് ഓഫ് ബ്ലാക്ക് ബീഡ് എത്രയാണ്? കറുപ്പിന്റെ എണ്ണം 6 ബൈ ആകെ എണ്ണം 11. 6/11. ഇനി നമുക്ക് പുതിയ രണ്ടാമത്തെ ചെപ്പ് നോക്കിയാലോ? അപ്പോൾ രണ്ടാമത്തെ ബോക്സിൽ മുൻപുണ്ടായിരുന്നത് എത്രയായിരുന്നു? ഒരു ബ്ലാക്ക് മാറ്റുന്നതിന് മുമ്പ് 6 കറുപ്പും 4 വെളുപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഒരു കറുപ്പ് മാറ്റിയ ശേഷം ഇപ്പോൾ ബോക്സ് 2-ൽ എത്ര മുത്തുകളുണ്ട്? 5 കറുപ്പും 4 വെളുപ്പുമുണ്ട്. അതായത് ആകെ മുത്തുകൾ, ടോട്ടൽ ബീഡ്സ് 9. ഇനി ഈ ബോക്സിൽ കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ബ്ലാക്ക് ബീഡ്? ഇവിടെ ബ്ലാക്കിന്റെ എണ്ണം 5 ബൈ ആകെ എണ്ണം 9. അപ്പോൾ 5/9. ഇവിടെ നമുക്ക് ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും കറുത്തത് കിട്ടാനുള്ള സാധ്യത 6/11 ആണ്. രണ്ടാമത്തെ പെട്ടിയിൽ കറുത്തത് കിട്ടാനുള്ള സാധ്യത 5/9 ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വലുത്? ഇവിടെ 6/11ഉം 5/9ഉം താരതമ്യം ചെയ്യണം. അതിനു വേണ്ടി ഇത് 2 ഭിന്നസംഖ്യകളാണല്ലോ, ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ ഇവയുടെ ഛേദം, ഡിനോമിനേറ്റേഴ്സ് തുല്യമാവണം. അതിനു വേണ്ടി ഒന്നാമത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പറിന്റെ ഛേദം, ഡിനോമിനേറ്റർ ആയ 9 കൊണ്ട് ഗുണിക്കാം. അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6/11 സമം
6 ഇൻറ്റു 9 54 ബൈ 11 ഇൻറ്റു 9 99. ഓക്കെ, ഇനി സെക്കൻഡ് നമ്പറിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫസ്റ്റ് നമ്പറിലെ ഛേദം, അതായത് ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കുക. അപ്പൊ 5/9 സമം 5 ഇൻറ്റു 11 ബൈ 9 ഇൻറ്റു 11. അപ്പോൾ 55/99. ഇപ്പോൾ ഇവിടെ രണ്ടിലും ഡിനോമിനേറ്റർ, അതായത് ഛേദം തുല്യമായി. ഇനി ആരുടെ അംശമാണ് കൂടുതൽ? ന്യൂമറേറ്റർ ആരാണ് വലുത്? രണ്ടാമത്തേതാണ്. അപ്പൊ ഇവിടെ 55/99 54/99 വലുതാണ്. അതായത് 5/9 വലുതാണ് 6/11. ഓക്കെ, 5/9 രണ്ടാമത്തെ ബോക്സിന്റെ സാധ്യതയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് മുത്തെടുക്കുന്നതാണ് ജയിക്കാൻ കൂടുതൽ നല്ലത്. ഇപ്പോഴും എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്നും മുത്തെടുക്കുന്നതാണ് ജയിക്കാൻ കൂടുതൽ നല്ലത്. Still, the second box gives a higher chance of winning. Okay. അപ്പൊ ഇതുപോലത്തെ ഒരു ചോദ്യം എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു 3 മാർക്ക് ഷുവർ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പേജ് 74, അതിൽ നമുക്ക് 3 ചോദ്യങ്ങളാണുള്ളതെന്ന് തോന്നുന്നു. 74, 75 അതിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തുകളും, അപ്പൊ ഇവിടെ 6 ബ്ലാക്ക്, 4 വെളുത്ത പന്തുകളും. A box contains 6 black and 4 white balls. അപ്പോൾ ടോട്ടൽ 10. If a ball is picked from it, ഇതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എത്ര? വെളുത്തതാകാനോ? അപ്പോൾ ബ്ലാക്ക് ആവാനുള്ള സാധ്യത, ബ്ലാക്ക് എത്രയായിരിക്കും? കറുത്ത മുത്തുകളുടെ എണ്ണം 6 ബൈ ആകെ മുത്തുകളുടെ എണ്ണം 10. ഓക്കെ, ഇനി വെളുത്തത് വൈറ്റ് ആവാനുള്ള ചാൻസ് ഓഫ് വൈറ്റ്, വെളുത്ത മുത്തുകളുടെ എണ്ണം 4 ബൈ ആകെ എണ്ണം 10. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, അപ്പോൾ കറുത്ത മുത്തുകളുടെ എണ്ണം 6, വെളുത്ത പന്തുകൾ, മുത്തല്ല പന്തുകളാണ്, സോറി, ഞാനത് നമ്മൾ മുത്തുകൾ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മുത്തായി എടുത്തു. കറുത്ത പന്തുകളുടെ എണ്ണം 6, വെളുത്ത പന്തുകളുടെ എണ്ണം, നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 4, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ആകെ പന്തുകളുടെ എണ്ണം 6 + 4 10. ഇനി കറുത്ത പന്ത് ലഭിക്കാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ, കറുത്ത പന്തുകളുടെ എണ്ണം ബൈ ആകെ പന്തുകളുടെ എണ്ണം 6/10. വെളുത്ത പന്ത് ലഭിക്കാനുള്ള സാധ്യത, 6/10 നമ്മൾ എന്ത് ചെയ്തു? ലഘൂകരിച്ചു, സിംപ്ലിഫൈ ചെയ്തു. ഇതിനെ 2 നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 2 കൊണ്ട് ഹരിച്ചാൽ 3, 10 2 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പോൾ 3/5. ഇനി
വെളുത്ത പന്ത് ലഭിക്കാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ. വെളുത്ത പന്തുകളുടെ എണ്ണം 4 ആകെ പന്തുകളുടെ എണ്ണം 10. 4/10. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെയും 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ 4 ÷ 2 എന്ന് കിട്ടും. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പോ 2/5. അപ്പൊ ബ്ലാക്കിനുള്ള സാധ്യത 3/5, വൈറ്റിനുള്ള സാധ്യത 2/5. ഓക്കെ. അപ്പൊ ഇതിൽ ഏത് കിട്ടാനാണ് സാധ്യത കൂടുതൽ? കറുപ്പ് കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഇനി പേജ് 75-ലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും ബാഗ് 1, അതില് 3 റെഡ് ബോളും 7 ഗ്രീൻ ബോളും. അപ്പൊ 3 ചുവപ്പിന് റെഡ്, 7 ഗ്രീൻ, ആകെ 10. മറ്റൊരു സഞ്ചിയിൽ ബാഗ് 2 8 ചുവന്ന പന്ത്, 8 റെഡ് ബോൾസ്, 7 പച്ചപ്പന്ത്, 7 ഗ്രീൻ ബോൾസ്, ആകെ 15. ഓക്കെ. ഇനി ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്ത്? ഓക്കെ. If a ball is drawn from the first bag, what is the probability that it is red? അപ്പോൾ ഒന്നാമത്തെ ബാഗിലെ റെഡ് ബോളുകളുടെ എണ്ണം 3 / ആകെ പന്തുകളുടെ എണ്ണം 10. ഓക്കെ. ഇവിടെ നമുക്ക് ഇങ്ങനെയൊരു നൊട്ടേഷൻ, ഇങ്ങനെയൊരു ഈ രീതിയിൽ വേണമെങ്കിൽ എഴുതാം. അതായത് P ബ്രാക്കറ്റിനകത്ത് ചുവപ്പ്, റെഡ്, അത് പ്രോബബിലിറ്റി ഓഫ് റെഡ് എന്ന് വായിക്കാം. പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ നമ്മൾ ചുവപ്പ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ചുവപ്പ് കിട്ടാനുള്ള സാധ്യത 3/10. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ. അപ്പോ ആദ്യത്തേത് കഴിഞ്ഞു. രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നെടുത്താലോ? അതായത് രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? From the second bag. If a ball is drawn from the second bag, what is the probability that it is red? അപ്പൊ നമുക്ക് P of red, probability of red, ചുവപ്പാവാനുള്ള സാധ്യത, ചുവപ്പിന്റെ എണ്ണം 8 ആകെ എണ്ണം 15. അപ്പൊ നമുക്ക് 8/15 എന്ന് കിട്ടും. ഇനി 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്ത്? അപ്പൊ നമുക്ക് മൂന്നാമതൊരു ബാഗ് വേണം. മൂന്നാമത്തെ ബാഗിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം കൂടി ഇടുകയാണ്. എല്ലാം കൂടി ഇടുന്ന സമയത്ത് ചുവന്ന പന്തുകളുടെ എണ്ണം എത്രയായിരിക്കും? 3 + 8 11 ആയിരിക്കും. പച്ചപ്പന്തുകളുടെ എണ്ണം എത്രയായിരിക്കും? 7 + 7 14. അപ്പോൾ ആകെ എത്രയായിരിക്കും? 11ഉം 14ഉം 25. ഓക്കെ. ഇതാണ് മൂന്നാമത്തെ ബാഗിലുള്ള പന്തുകൾ. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് ഇവിടെ
പ്രോബബിലിറ്റി ഓഫ് റെഡ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ചുവപ്പ്. മൂന്നാമത്തെ ബാഗിലുള്ള ചുവന്ന പന്തുകളുടെ എണ്ണം 11 ബൈ ആകെ പന്തുകൾ 25. അപ്പൊ ഉത്തരം 11/25. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യം പരീക്ഷയ്ക്ക് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ വിശദീകരണം ഒന്നുകൂടി പറയാം. അപ്പോൾ ആദ്യത്തെ സഞ്ചി നോക്കൂ. ആദ്യത്തെ സഞ്ചിയിൽ നമുക്ക് 1 2 3 4 5 6 7 പച്ച, 3 ചുവപ്പ്. ഓക്കെ, ചുവന്ന പന്തുകൾ 3, പച്ചപ്പന്തുകൾ 7, ടോട്ടൽ ബോൾസ് 3 + 7 10. ഇനി ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ ഈക്വൽ ടു ചുവന്ന പന്തുകളുടെ എണ്ണം 3 ബൈ ആകെ പന്തുകളുടെ എണ്ണം 10, 3/10. അപ്പൊ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പൊ മാർക്ക് പെട്ടെന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സഞ്ചിയിൽ എന്താണുള്ളത്? 7 പച്ചയും 8 ചുവപ്പും. അപ്പൊ ചുവന്ന പന്തുകൾ 8, ഗ്രീൻ ബോൾസ് പച്ചപ്പന്തുകൾ 7, ടോട്ടൽ ബോൾസ് ആകെ പന്തുകൾ 8 + 7 15. ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ. അപ്പോൾ ചുവന്ന പന്തുകളുടെ എണ്ണം 8 ബൈ ആകെ പന്തുകളുടെ എണ്ണം 15, 8/15. ഓക്കെ, ഇനി മൂന്നാമത്തെ ഭാഗം. 2 സഞ്ചികളിലെയും പന്തുകൾ ഒരുമിച്ചാക്കുമ്പോൾ അപ്പോൾ ആകെ ചുവന്ന പന്തുകൾ 3 + 2 4 6 8, 3 + 8 11. ടോട്ടൽ ഗ്രീൻ ബോൾസ് 2 4 6 7 പ്ലസ് 2 4 6 7, 7 + 7 14. അപ്പോൾ ആകെ പന്തുകൾ ടോട്ടൽ ബോൾസ് 11 + 14 25. ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ. ആകെ ഉള്ള ചുവന്ന പന്തുകൾ 11 ബൈ ആകെ പന്തുകൾ 25, 11/25. ഓക്കെ, ഇനി നമുക്ക് പേജ് 75-ലെ മൂന്നാമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം. ഒരു സഞ്ചിയിൽ 3 ചുവന്ന മുത്തുകളും 7 പച്ച മുത്തുകളുമുണ്ട്. നോക്കൂ, ഇവിടെ നമുക്ക് 3 ചുവന്ന പന്തുകളും 7 പച്ചപ്പന്തുകളുമുണ്ട്. Another bag contains 1 more of each. മറ്റൊരു സഞ്ചിയിൽ ചുവന്ന പന്തുകളും പച്ചപ്പന്തുകളും ഓരോന്ന് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇതിനേക്കാൾ 1 കൂടണം. ഇവിടെ 2 കൂടണം. അതേപോലെ ഇവിടെ നമുക്ക് പച്ചയും എന്ത് ചെയ്യണം? 1 കൂടണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ബാഗ്. ഓക്കെ, അപ്പോൾ ഇതില് നമുക്ക് 4 റെഡായി. 3 + 1 4. പച്ചപ്പന്തുകൾ എത്രയായി? 7 + 1 8. ആകെ 12 എണ്ണം. ഓക്കെ, ചുവന്ന പന്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്നെടുക്കുന്നതാണ്? The probability of getting red from which bag is greater? അപ്പൊ നമുക്ക് ഓരോ സഞ്ചിയിലും
റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കാം. എന്നിട്ട് ഏതാണോ വലുത് അതായിരിക്കുമല്ലോ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സഞ്ചി നോക്കാം. അപ്പോൾ ആദ്യത്തെ സഞ്ചിയില് ചുവന്ന മുത്തുകൾ 3, പച്ചമുത്തുകൾ 7, ആകെ മുത്തുകൾ 3 + 7 10. ചുവന്ന മുത്ത് ലഭിക്കാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് റെഡ് ബീഡ്. ചുവന്ന മുത്തുകളുടെ എണ്ണം 3 ആകെ മുത്തുകൾ 10. 3/10 ഓർത്തിക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ സഞ്ചി നോക്കൂ. രണ്ടാമത്തെ സഞ്ചിയിൽ റെഡും ഗ്രീനും ഓരോന്ന് കൂടും. അപ്പോ 4ഉം 8ഉം ആയിട്ട് മാറും. രണ്ടാമത്തെ സഞ്ചി ചുവന്ന പന്തുകൾ 3 + 1 4. പച്ചമുത്തുകൾ ഗ്രീൻ ബീഡ്സ് 7 + 1 8. ആകെ മുത്തുകൾ 4 + 8 12. ഇവിടെ ചുവന്ന മുത്ത് ലഭിക്കാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് റെഡ് ബീഡ് സമം ചുവന്ന മുത്തുകളുടെ എണ്ണം 4 ആകെ മുത്തുകളുടെ എണ്ണം 12. അപ്പോൾ 4/12 കിട്ടും. ഓക്കെ. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 3/10. ഈ 4/12 നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഹരിച്ച് ലഘൂകരിക്കാം. 4 4 ഒരു പ്രാവശ്യം, 12 3 പ്രാവശ്യം. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് 1/3 എന്ന് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ സഞ്ചിയിൽ നിന്നും ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത 3/10 ആണ്. ഇവിടെ 1/3 ആണ്. ഓക്കെ. ഇനി അതാണ് ഒന്നാമത്തെ സഞ്ചിയിൽ 3/10, രണ്ടാമത്തെ സഞ്ചിയിൽ 1/3. നമുക്ക് ഇവയെ താരതമ്യം ചെയ്യണമെങ്കിൽ, കമ്പയർ ചെയ്യണമെങ്കിൽ ഇവരുടെ ഡിനോമിനേറ്റേഴ്സ്, അതായത് ഛേദങ്ങൾ തുല്യമായിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയിലെ ഛേദം ഡിനോമിനേറ്റർ ആയ 3 കൊണ്ട് ഒന്നാമത്തെ സംഖ്യയിലെ ന്യൂമറേറ്റർ അംശം ഡിനോമിനേറ്റർ ഛേദം അതിനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3/10 സമം 3 × 3 9, 10 × 3 30, 9/30. ഇനി രണ്ടാമത്തെ സംഖ്യയിലെ അംശത്തെയും ഛേദത്തെയും, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒന്നാമത്തെ സംഖ്യയിലെ ഡിനോമിനേറ്റർ ഛേദം 10 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 1 × 10 10, 3 × 10 30, 10/30. ഇപ്പൊ ഇവിടെ 9/30 അതേപോലെ നമുക്ക് 10/30 ഉണ്ട്. ഇവിടെ ഛേദങ്ങൾ ഡിനോമിനേറ്റേഴ്സ് തുല്യമായതുകൊണ്ട് ഇവിടെ വലുതാരാണ്? 10 ആണ്. അപ്പോൾ 9/30 വലുതാണ് 10/30. 9/30 എന്ന് പറഞ്ഞാൽ ആരാണ്? 3/10 ആണ്. അപ്പോൾ 3/10 1/3 ചെറുതാണ്. നമുക്ക് തിരിച്ചു പറയുമ്പോൾ 1/3 വലുതാണ് 3/10 എന്ന് എഴുതാം. ഓക്കെ. ക്ലിയർ ആണല്ലോ? 9/30 ചെറുതാണ് 10/30. 9/30 ആരാണ്? 3/10 ആണ്. 10/30 ആരാണ്? 1/3 ആണ്. അതുകൊണ്ട് 3/10 ചെറുതാണ് 1/3 എന്ന് എഴുതാം. അതായത് ആരാ വലുത് ഇതില്? 1/3 അല്ലേ? അപ്പൊ നമുക്ക് ഇത് തിരിച്ചെഴുതുമ്പോൾ 1/3 ചെറുത് എന്നുള്ള ചിഹ്നം ഗ്രേറ്റർ ദാൻ വലുതായി മാറി. 1/3 ഗ്രേറ്റർ ദാൻ വലുതാണ് 3/10. അപ്പോൾ രണ്ട് ബാഗുകളിലെയും
കറുത്ത മുത്ത് കിട്ടാനുള്ള കറുത്തതല്ല, ചുവന്ന മുത്തുകൾ കിട്ടാനുള്ള സാധ്യതകൾ താരതമ്യം ചെയ്യുമ്പോൾ 1/3 വലുതാണ് 3/10 എന്ന് എഴുതാം. ഇതിന് ദശാംശമാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 0.33 പിന്നീട് കുറച്ച് കുത്തുകൾ ഇടാം, കാരണം ഇതിൽ അവസാനിക്കുന്നില്ല. 0.33 വലുതാണ് 0.3. അതായത് രണ്ടാമത്തെ ബാഗിന്റെ പ്രോബബിലിറ്റി സാധ്യതയാണല്ലോ 1/3. അതുകൊണ്ട് ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നാണ്. The probability of getting a red bead is greater from the second bag. Okay. അപ്പൊ നമ്മള് പേജ് 75 മൂന്നാമത്തെ ചോദ്യവും ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നാലാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ അധ്യായത്തിലെ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് എളുപ്പവുമാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ചോദ്യങ്ങൾ കൂടുതലായി ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.